ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 3ാം ക്ലാസ്സിലെ EVSലെ പരിസര പഠനത്തിലെ 5ാമത്തെ ചാപ്റ്ററാണ് ആഹാരവും ആരോഗ്യവും എന്ന് പറയുന്ന പാഠം ഡിസ്കസ് ചെയ്യാനും അതിൻ്റെ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാനുമാണ്. അപ്പോൾ നമുക്ക് പാഠത്തിൽ നല്ല പിക്ചേഴ്സ് കാണാം അല്ലേ. എല്ലാവരും കൂടി ഇരുന്നിട്ട് അമ്മയും അച്ഛനും മുത്തശ്ശിയും കുട്ടികളും എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് അല്ലേ. ചേട്ടൻ ഉണ്ടാക്കുന്ന പച്ചക്കറി സാലഡ് സൂപ്പറാന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരു കുട്ടി സാലഡ് ഉണ്ടാക്കി കൊണ്ടുവന്ന ഒരു ചിത്രമാണ് കാണുന്നത്. നിങ്ങൾ പച്ചക്കറി സാലഡ് കഴിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ഏതെങ്കിലും ഭക്ഷ്യവിഭവങ്ങൾ ഉണ്ടാക്കാൻ അറിയാമോ? എന്തെല്ലാം വിഭവങ്ങളാണ് തയ്യാറാക്കിയിട്ടുള്ളത്? അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുന്നത് അറിയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എഴുതുക കേട്ടോ. ചായ ആണെങ്കിൽ ചായ എഴുതുക, അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സ് ആണെന്നുണ്ടെങ്കിൽ അത് എഴുതുക. അതല്ല സാലഡ് ആണെന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കുന്ന ആ രീതി എഴുതാനാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി ഭക്ഷ്യവിഭവങ്ങൾ. നിങ്ങൾ കഴിക്കാറുള്ള വിഭവങ്ങൾ ഏതെല്ലാമാണ്? നിങ്ങളുടെ കൂട്ടുകാരോ? ഏതൊക്കെ ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ചാണ് ഈ വിഭവങ്ങൾ ഉണ്ടാക്കുന്നത്? പട്ടിക പൂർത്തിയാക്കുക അല്ലെ. വിഭവം ചോറ് തന്നിട്ടുണ്ട്. ഭക്ഷ്യവസ്തുക്കൾ എന്തൊക്കെയാണ്? അരി ഉപയോഗിച്ചിട്ടാണ് ചോറുണ്ടാക്കുക. ചപ്പാത്തി എന്തൊക്കെ ഉപയോഗിക്കും? ഗോതമ്പ് തന്നിട്ടുണ്ട്, പിന്നെ ഡാഷ് ഇട്ടിട്ടുണ്ട് അല്ലേ. സാമ്പാർ, ഉരുളക്കിഴങ്ങ്, വെണ്ടയ്ക്ക, തക്കാളി, പരിപ്പ്, മുട്ടക്കറി, മുട്ട, സവാള. അപ്പോൾ നമുക്ക് അതൊന്ന് ഫില്ല് ചെയ്യാം. എന്തൊക്കെ എഴുതാം നമുക്ക് അല്ലേ? ചപ്പാത്തിൻ്റെ കൂടെ വെള്ളം, ഉപ്പ് അല്ലേ. സാമ്പാറിൻ്റെ കൂടെ ഉള്ളി, മുരിങ്ങക്കായ, വെളുത്തുള്ളി, കായം, മസാലകൾ, ഇഞ്ചി, തക്കാളി, മസാലകൾ മുട്ടക്കറിക്ക്. അതുപോലെ ബിരിയാണി ഉണ്ടാക്കാൻ എന്തൊക്കെയാണ്? അരി, ഇറച്ചി, സവാള, തക്കാളി, തൈര്, ഇഞ്ചി, വെളുത്തുള്ളി, ഗരം മസാല, മസാലകൾ. ദോശ ഉണ്ടാക്കാനോ? അരിപ്പൊടി, വെള്ളം, ഉപ്പ്, ഓയിൽ. അതുപോലെ ചായ ഉണ്ടാക്കാൻ പാല്, ചായപ്പൊടി, പഞ്ചസാര അല്ലേ. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുക. ഇത് മാത്രമല്ല, ഇനിയും ഒരുപാട് ഐറ്റംസ് നിങ്ങൾക്ക് അറിയാവും അല്ലേ. അതൊക്കെ ഉൾപ്പെടുത്തണം കേട്ടോ. അടുത്തത് നോക്കാം. പട്ടികയിൽ എഴുതിയ ഭക്ഷ്യവസ്തുക്കൾ എല്ലാം ഒരേ ഇനമാണോ? അല്ല അല്ലേ. ഒരേ തരത്തിലുള്ളവ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. തരംതിരിക്കാം. ഭക്ഷ്യവസ്തുക്കളുടെ പേരും ചിത്രവും ശ്രദ്ധിക്കൂ. അതിൽ നൽകിയിരിക്കുന്ന സംഖ്യാസൂചനകൾ അനുസരിച്ച് ഭക്ഷണക്കൂടയിൽ പേരുകൾ എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. പയർ തന്നിട്ടുണ്ട്, ക്യാബേജ് തന്നിട്ടുണ്ട്, ചക്കപ്പഴം തന്നിട്ടുണ്ട്, പിന്നെ എന്തൊക്കെയാണ്? ഗോതമ്പ്, ചേമ്പ്, കടല, ചെറുപയർ, പാല്, പിന്നെന്താ? വെണ്ടയ്ക്ക, ഇറച്ചി, മാമ്പഴം, മീൻ, അരി, ചേന, മരച്ചിൽ തന്നിട്ടുണ്ട് അല്ലേ. ഏതൊക്കെ എഴുതാം? ക്യാബേജ്, വെണ്ടയ്ക്ക എന്താണ്? പച്ചക്കറിയാണ്. ചക്കപ്പഴം, മാമ്പഴം പഴങ്ങളാണ്. പാൽ, ഇറച്ചി, മീൻ ജന്തുക്കളിൽ നിന്നുള്ളവയാണ്. ചേമ്പ്, ചേന, മരച്ചീനി എന്താണ്? കിഴങ്ങുവർഗ്ഗങ്ങളാണ്. പയർ, കടല, ചെറുപയർ ഇതൊക്കെ പയറുകളാണ്. ഗോതമ്പ്, അരിയൊക്കെ ധാന്യങ്ങളാണ്. ഇവിടെ പച്ചക്കറികളുടെ പദസൂര്യം കൊടുത്തിട്ടുണ്ട് അല്ലേ. ഏതൊക്കെയാണ്? തക്കാളി, ഉള്ളി, വെണ്ട, ക്യാബേജ്, ഇഞ്ചി, വെളുത്തുള്ളി, ഉരുളക്കിഴങ്ങ്, ബീട്രൂട്ട്, പാവൽ, പാവയ്ക്ക, വെള്ളരി, മുളക്, മുരിങ്ങ, പിന്നെ എന്തൊക്കെയാണ്? മുളക്, അങ്ങനെ ഒരുപാട് എണ്ണം ഉണ്ട് അല്ലേ. ഇനി എന്താണ്? രണ്ടാമത്തെ കുടയിലുള്ള ഭക്ഷ്യവസ്തുക്കൾ ഏതു വിഭാഗത്തിൽ പെടുത്താം? ഏതു വിഭാഗത്തിലാണ്? പഴങ്ങളാണ് അല്ലേ. കൂടുതൽ പഴങ്ങൾ കണ്ടെത്തി എഴുതൂ. ഒരുപാട് പഴങ്ങളുണ്ട് അല്ലേ. ഏതൊക്കെയാണ്? മാങ്ങ, ചക്ക, പിന്നെന്താ? മുന്തിരി, അങ്ങനെ ആപ്പിൾ, അങ്ങനെ ഒരുപാട് പഴങ്ങളുണ്ട്. കൈതച്ചക്ക പക്ഷിയായി മാറിയത് കണ്ടുവോ? ഏതെല്ലാം പഴങ്ങളുടെ പച്ചക്കറികളും ഈ പക്ഷി രൂപത്തിലുണ്ട്? ഏതൊക്കെയാണ്? ക്യാരറ്റ്, തണ്ണിമത്തൻ, തക്കാളി, മത്തൻ. ഇതുപോലെ മറ്റൊരു രൂപം തയ്യാറാക്കാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 3ാം കുടയിലുള്ള ഭക്ഷ്യവസ്തുക്കൾ കണ്ടല്ലോ. ജന്തുക്കളിൽ നിന്ന് ലഭിക്കുന്ന മറ്റെന്തെല്ലാം ഭക്ഷ്യവസ്തുക്കൾ നിങ്ങൾക്കറിയാം? 4ാം കൂടയിലുള്ള ഭക്ഷ്യവസ്തുക്കൾ ഏതു വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? കിഴങ്ങുവർഗ്ഗങ്ങൾ. മണ്ണിനടിയിൽ ഉണ്ടാകുന്ന ഞാൻ കിഴങ്ങുവർഗ്ഗത്തിൽ ഉൾപ്പെടുന്നു അല്ലേ. മണ്ണിനടിയിൽ ഉണ്ടാകുന്നതിനെയാണ് കിഴങ്ങുവർഗ്ഗങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. ഏതൊക്കെയാണ്? ഇനി ഇവിടെ നിങ്ങളുടെ പ്രദേശത്ത് കൃഷി ചെയ്യുന്ന കിഴങ്ങുവർഗ്ഗങ്ങൾ ഏതെല്ലാമാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ചേന തന്നിട്ടുണ്ട്, പിന്നെ ഏതാണ്? കാച്ചിൽ, പിന്നെ ഏതാ? മരച്ചീനി, ചേമ്പ് ഇതൊക്കെയാണ്. ഏത് വിഭാഗം ഭക്ഷ്യവസ്തുക്കളാണ് 5ാം കൂടയിലുള്ളത്? പയറുവർഗ്ഗങ്ങൾ അല്ലേ. നാം ഭക്ഷണമായി ഉപയോഗിക്കുന്ന പയറുവർഗ്ഗങ്ങൾ ഏതെല്ലാമാണ്? എഴുതി നോക്കൂ. ബീൻസ്, പരിപ്പ്, ചെറുപയർ, കടല, മമ്പയർ, ഗ്രീൻ പീസ് ധാന്യങ്ങളാണ്. 6ാം കൂടയിലുള്ള ഭക്ഷ്യവസ്തുക്കൾ ഏതെല്ലാം? ഇവ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഏതെല്ലാം വിഭവങ്ങൾ നിങ്ങൾക്കറിയാം? പദസൂര്യൻ പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അരി, ഗോതമ്പ് കൊടുത്തിട്ടുണ്ട് അല്ലേ. പുട്ട്, ദോശ, ബിരിയാണി, നെയ്ച്ചോറ് ഇതൊക്കെ അരി കൊണ്ട് അരി പൊടിച്ചിട്ടും ഒക്കെ ഉണ്ടാക്കുന്ന പലഹാരങ്ങളാണ് അല്ലേ. അതുപോലെ ഗോതമ്പ് കൊണ്ട് ചപ്പാത്തി, ഗോതമ്പ് പായസം, ഗോതമ്പ് ദോശ അല്ലേ, ഇതൊക്കെ പൊടിയാക്കിയിട്ടും ഉണ്ടാക്കും.
ചെറുധാന്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. രാഗി, തിന, ചാമ. ചെറുധാന്യങ്ങൾ എന്ന വിഭാഗത്തിലാണ് ഇവ ഉൾപ്പെടുന്നത്. മറ്റു ചെറുധാന്യങ്ങൾ ഏതെല്ലാം എന്ന് അന്വേഷിച്ചറിയൂ. ചെറുധാന്യങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷ്യ വിഭവങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? കണ്ടെത്തി എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതെല്ലാമാണ് ചെറുധാന്യങ്ങളിൽ പെടുന്നത്? കമ്പം, ചോളം, കൂരക്, വരക്, കവടപ്പുല്ല്. ഇനി ഇതുകൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്? രാഗി ദോശ, രാഗി വരട്ട്, തിന ചപ്പാത്തി, തിന ദോശ, ഇതൊക്കെയാണ്. ഇനി അടുത്തത് നോക്കാം. നിങ്ങളുടെ പ്രദേശത്ത് ചെറുധാന്യങ്ങൾ കൃഷി ചെയ്യുന്നുണ്ടോ? അന്വേഷിച്ചറിയൂ. കേരളത്തിലെ ഏകഗോത്ര വർഗ പഞ്ചായത്താണ് ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടി. അവിടുത്തുകാർ ചെറുധാന്യമായി രാഗി കുറുക്കി തയ്യാറാക്കുന്ന ഭക്ഷണമാണ് കൊറങ്കാട്ടി അല്ലേ. പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ തുടങ്ങി ഓരോ വിഭാഗത്തിലും കൂടുതൽ ഭക്ഷ്യവസ്തുക്കൾ കണ്ടെത്തി താഴെ കൊടുത്ത പട്ടിക വിപുലീകരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ താഴെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. അത് പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ തുടങ്ങിയ ഓരോ വിഭാഗത്തിലും കൂടുതൽ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടുത്തിയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിവിടെ ചെയ്തിട്ടുണ്ട്. ധാന്യങ്ങളിൽ അരി, ഗോതമ്പ്, ഓട്സ്, ബാർലി, ചോളം. കിഴങ്ങു വർഗ്ഗങ്ങളിൽ ചേന, ചേമ്പ്, മരച്ചീനി, കാച്ചിൽ. പയറിൽ ബീൻസ്, കടല, ചെറുപയർ, മമ്പയർ. പച്ചക്കറിയിൽ വെണ്ടക്ക, ചീര, ഉള്ളി, ഇഞ്ചി, മുളക്, വെളുത്തുള്ളി. പഴങ്ങൾ പേരക്ക, തണ്ണിമത്തൻ, ആപ്പിൾ, ഓറഞ്ച്, പൈനാപ്പിൾ. ജന്തുക്കളിൽ നിന്ന് മുട്ട, ഇറച്ചി, പാൽ അല്ലേ. ആരോഗ്യവും ഭക്ഷണവും. വിവിധ വിഭാഗത്തിൽപ്പെട്ട ഭക്ഷ്യവസ്തുക്കൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് എന്തിനായിരിക്കും? കൂട്ടുകാരുമായി ചർച്ച ചെയ്യുക. എന്തിനൊക്കെ? നന്നായി വളരാൻ, രോഗങ്ങൾ വരാതിരിക്കാൻ, ഊർജം ലഭിക്കാൻ. ഇനി വരച്ചു ചേർക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് ബലൂണിൻ്റെ നൂലിലൂടെ വരച്ചു നോക്കൂ. ആ ഭക്ഷ്യവസ്തുക്കളിലൂടെ ശരീരത്തിന് കൂടുതലായി ലഭിക്കുന്ന ഗുണങ്ങൾ രേഖപ്പെടുത്തിയ ബലൂണിലെത്താം അല്ലേ. ഇവിടെ എന്താണ്, നിങ്ങൾക്ക് ആ പേജ് നോക്കിയാൽ മനസ്സിലാകും. ബലൂണിൽ ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. ചിത്രം തന്നിട്ടുണ്ട്. ഓരോ കൊട്ടയിലും ഓരോ ഭക്ഷണ സാധനങ്ങൾ, വർഗത്തിൽപ്പെട്ട ആ ഭക്ഷണ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഡോട്ട് എടുത്ത ആ ലൈന് നിങ്ങളോട് ചേർത്ത് വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ശരീര വളർച്ചയ്ക്ക് സഹായിക്കുന്നു, ജോലികൾ ചെയ്യുന്നതിന് ശക്തി കൂട്ടുന്നു, രോഗങ്ങൾ വരാതിരിക്കാൻ സഹായിക്കുന്നു അല്ലേ. പഴങ്ങൾ, പച്ചക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, പാൽ, ഇറച്ചി, മുട്ട, മീൻ, ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾ ഓരോന്നും ആ ആരോ വെച്ചിട്ട് ഇങ്ങനെ ഡോട്ട് വെച്ചിട്ട് ചേർത്ത് വരച്ചാൽ ഈ പഴങ്ങൾ, പച്ചക്കറികൾ എന്നുള്ളത് പോകുന്നത് ഏതിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അല്ല. അവിടെ നിന്ന് നിങ്ങൾ നേരെ വരച്ച് നോക്കിയാൽ എവിടെയാണ്? പഴങ്ങൾ, പച്ചക്കറികൾ എന്നുള്ളത് രോഗങ്ങൾ വരാതിരിക്കാൻ സഹായിക്കുന്നു എന്നുള്ള ബലൂണിലേക്കാണ് പോകുന്നത് അല്ലേ. ഒന്ന് വരച്ച് നോക്കൂ. നിങ്ങളെ വരച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. രോഗങ്ങൾ വരാതിരിക്കാൻ സഹായിക്കുന്നു എന്നുള്ളതിലേക്കാണ് പോകുന്നത്. അതുപോലെയുള്ള ബാക്കി രണ്ടും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി നാം മനസ്സിലാക്കിയ വിവരങ്ങൾ എഴുതി നോക്കാം. ഭക്ഷ്യവസ്തുക്കൾ ലഭിക്കുന്ന ഗുണങ്ങൾ. ധാന്യങ്ങൾ എന്താണ്? ജോലി ചെയ്യാനുള്ള ഊർജം നൽകുന്നു. കിഴങ്ങുവർഗ്ഗങ്ങൾ എന്താണ്? ഊർജം ലഭിക്കുന്നു. പച്ചക്കറികൾ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നു, സൗന്ദര്യം കൂട്ടുന്നു. പഴങ്ങളും അതുപോലെ തന്നെ. പയറുവർഗ്ഗങ്ങൾ ശരീര വളർച്ചയ്ക്ക്. പാല്, ഇറച്ചി, മുട്ട, മീൻ ഇതൊക്കെ ശരീര വളർച്ചയ്ക്കാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും വിവിധ തരത്തിലുള്ള ഭക്ഷ്യവിഭവങ്ങൾ കഴിക്കേണ്ടത് ആവശ്യമാണ് അല്ലേ. ഓരോ വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളാണ് നമ്മളെ ശരീരത്തിൽ ചെയ്യുന്നത് അല്ലേ. പച്ചക്കറികളായാലും പഴങ്ങളായാലും ബാക്കി എന്ത് ഭക്ഷ്യവസ്തുക്കളായാലും അത് വ്യത്യസ്ത രീതിയിലാണ് നമ്മളെ ശരീരത്തിലെ ബാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും വിവിധ തരത്തിലുള്ള ഭക്ഷ്യ വിഭവങ്ങൾ കഴിക്കേണ്ടത് ആവശ്യമാണ് എന്ന് പറയുന്നത് അല്ലേ. ഓരോ വിഭവങ്ങളും വ്യത്യസ്ത ഗുണങ്ങളാണ് നമ്മളെ ശരീരത്തിന് ലഭിക്കുന്നത് എന്ന് നമ്മൾ ഈ പാഠഭാഗം അല്ലെ ഈ ഒരു ഭാഗം ഡിസ്കസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഓരോ ഭക്ഷ്യവസ്തുക്കൾ, പല ഐറ്റങ്ങളും, പല ഭക്ഷ്യവസ്തുക്കളും പല രീതിയിലുള്ള ഗുണങ്ങളാണ് നമ്മുടെ ശരീരത്തിന് തരുന്നത്. അത് നമുക്ക് ഈ പട്ടിക നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ആ ഒരു കൺക്ലൂഷനിൽ എത്തിയിട്ടുള്ളത്. നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും വിവിധ തരത്തിലുള്ള വിഭവങ്ങൾ കഴിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ള ആ ഒരു നിഗമനത്തിലെത്തിയിട്ടുള്ളത്. എണ്ണയിൽ തയ്യാറാക്കുന്ന വിഭവങ്ങളും നിങ്ങൾ കഴിക്കാറില്ലേ? എന്തെല്ലാമാണവ അല്ലേ? പൊരിക്കടികൾ അല്ലേ. ഒരുപാട് പരിപ്പുവട, ഉള്ളിവട, പൂരി ഇതൊക്കെ എണ്ണയിൽ ഉണ്ടാക്കുന്നതാണ്. ഡോക്ടർ പറയുന്നത് കേൾക്കൂ. ഭക്ഷ്യ എണ്ണകളിൽ നിന്ന് ലഭിക്കുന്ന കൊഴുപ്പ് നമുക്ക് ജോലി ചെയ്യാനുള്ള ശക്തി നൽകുന്നു. എന്നാൽ ഇവയുടെ അമിത ഉപയോഗം ശരീരത്തിലെ കൊഴുപ്പിനെ വർദ്ധിപ്പിക്കും. ഇതുമൂലം പല വിധത്തിലുള്ള രോഗങ്ങൾ
പിടിപെടാൻ സാധ്യതയുണ്ട്. അതിനാൽ എണ്ണയിൽ വറുത്ത ആഹാര പദാർത്ഥങ്ങളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കണം. അല്ലേ? അപ്പോൾ എണ്ണയിൽ ഉപയോഗിച്ചിട്ടുള്ള പലഹാരങ്ങൾ, വിഭവങ്ങളൊക്കെ കൂടുതൽ ഉപയോഗിക്കരുത് എന്നാണ് ഡോക്ടർ പറയുന്നത്. അല്ലേ? കുടിവെള്ളം. നിങ്ങൾ ഒരു ദിവസം എത്ര ഗ്ലാസ് വെള്ളം കുടിക്കും? അല്ലേ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ വെള്ളം കുടിക്കുന്നുണ്ടോ അതോ വെള്ളം കുടിക്കുന്നത് കുറവാണോ എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ പ്രായത്തിലുള്ള കുട്ടികൾ ദിവസവും 6 മുതൽ 8 വരെ ഗ്ലാസ് വെള്ളം കുടിക്കണം. കാലാവസ്ഥയ്ക്കും കായിക പ്രവർത്തനങ്ങൾക്കും അനുസരിച്ച് ഇതിന് മാറ്റം വരാം. പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും വേണം. അല്ലേ? അപ്പോൾ 6 വയസ്സിൽ ദിവസവും 6 മുതൽ 8 വരെ ഗ്ലാസ് വെള്ളം കുടിക്കണം എന്നാണ് പറയുന്നത്. ഇനി ആരോഗ്യത്തോടെ ജീവിക്കാൻ ഗുണമേന്മയുള്ള ഭക്ഷണവും ശരിയായ ആഹാരശീലങ്ങളും ആവശ്യമാണല്ലോ. താഴെ പറയുന്ന പട്ടിക ഇവിടെ കണ്ടിട്ടില്ലേ? അപ്പോൾ ഇതിൽ നിങ്ങൾ എന്ത് ചെയ്താൽ നിങ്ങളുടെ ഒരു ദിവസത്തെ ഭക്ഷണ രീതി, നിങ്ങൾ എന്തെല്ലാം കഴിക്കുന്നുണ്ട് അല്ലേ, ഓരോ ദിവസവും ഇതിൽ അടയാളപ്പെടുത്തുക. ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, പാല്, മീൻ, മുട്ട, ഇറച്ചി അല്ലേ, അതൊക്കെ. പിന്നെ അതുപോലെ കുടിച്ച വെള്ളത്തിൻ്റെ അളവ്, പച്ചക്കറികൾ, പഴങ്ങൾ, ഇതൊക്കെ ഓരോ ദിവസവും കഴിച്ചത് നിങ്ങളിങ്ങനെ അടയാളപ്പെടുത്തുക. അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ ശരീരത്തിൽ എത്രത്തോളം നല്ലത് എത്തുന്നുണ്ടെന്ന്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും കൈയും മുഖവും നന്നായി ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട് എന്നുള്ളിടത്ത് ടിക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ളിടത്ത് ടിക്ക് ചെയ്യുക. അതുപോലെ ബാക്കിയുള്ളതും ചെയ്യുക. ക്ലാസ്സിൽ ചർച്ച ചെയ്യൂ. ചിത്രത്തിൽ ഏതെല്ലാം ഇനം ഭക്ഷ്യവസ്തുക്കൾ ഉണ്ട്? അല്ലേ? ക്യാരറ്റ്, പിന്നെന്തൊക്കെയാണ്? ക്യാപ്സിക്കം, ആപ്പിള്, മുന്തിരി, കിവി, ബനാന, അല്ലേ, പഴം, അങ്ങനെ ഒരുപാട് പച്ചക്കറികളും ഫ്രൂട്ട്സൊക്കെ ഉണ്ട്. അല്ലേ? പല ഇനങ്ങൾ ഉപയോഗിച്ച് തയ്യാറാക്കിയ ഒരു സലാഡിൻ്റെ ചിത്രം നോക്കൂ. കണ്ടില്ലേ? കിവി, ബ്രോക്കോണി, ഒണിയന്, തക്കാളി, പിന്നെ ബ്ലാക്ക്ബെറി, ഇതെല്ലാം ഇട്ടുകൊണ്ട് ഇതെല്ലാം കഴുകി നന്നായിട്ട് വൃത്തിയാക്കി മുറിച്ചിട്ട് ഒരു സാലഡ് ഉണ്ടാക്കിയതിൻ്റെ ചിത്രമാണ് നിങ്ങളിവിടെ കാണുന്നത്. അല്ലേ? പെപ്പർ പൗഡറും ഉണ്ട്. അല്ലേ? അപ്പോൾ ഒരുപാട് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തുകൊണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ടുണ്ടാക്കിയ ഒരു സാലഡിൻ്റെ ചിത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അല്ലേ? ഒരുപാട് വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ അതിൽ നിങ്ങൾ കാണുന്നില്ലേ? ഇല്ലേ? നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരുപാട് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അല്ലേ? ഇതൊക്കെ നമ്മളെ ശരീരത്തിന് ഹെൽത്തി ആയിട്ടുള്ള ഗുണങ്ങളാണ് ചെയ്യുന്നത്. അല്ലേ? നിങ്ങൾ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ ധാരാളമായിട്ട് കഴിക്കുക. ഇത് നമ്മളെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്നവയാണ്. ഇതിൽ ഭക്ഷ്യവസ്തുക്കൾ തിരിച്ചറിയൂ. നിങ്ങൾ ഒരു സാലഡ് ഉണ്ടാക്കുകയാണെങ്കിൽ ഏതെല്ലാം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിക്കും? നിർമ്മിക്കുന്ന വിധം എഴുതൂ. സാലഡിൻ്റെ ചിത്രവും വരച്ച് നിറം നൽകൂ. ഈ ഭക്ഷ്യവസ്തുക്കൾ നമ്മുടെ ആരോഗ്യത്തിന് എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അല്ലേ? ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ, അല്ലേ, പഴങ്ങളും പച്ചക്കറികളൊക്കെ നമ്മളെ ശരീരത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ്, എന്തെല്ലാം ഗുണങ്ങളാണ് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചതാണ്. അല്ലേ? അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഒരു സാലഡ് ഉപയോഗിക്കുമ്പോൾ അതിൽ എന്തെല്ലാം ഉൾപ്പെടുത്തുമെന്നൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയില്ല. അപ്പോൾ അത് എഴുതുക, എന്നിട്ട് അത് ചെയ്യുക കേട്ടോ. വേവിച്ചും അല്ലാതെയും കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കളെ തരംതിരിക്കാം. വേവിച്ച് കഴിക്കുന്നവ ഏതൊക്കെയാണ്? അരി, ഗോതമ്പ്, മത്സ്യം, മാംസം. വേവിക്കാതെ കഴിക്കുന്നവ ഏതൊക്കെയാണ്? ചാമ്പക്ക, ആപ്പിള്, കക്കരിക്ക, മുന്തിരി, കൈതച്ചക്ക. വേവിച്ചോ വേവിക്കാതെയോ കഴിക്കുന്നവ ഏതൊക്കെയാണ്? ക്യാരറ്റ്, ബീട്രൂട്ട്, ക്യാബേജ്, ഉള്ളി, മുട്ട. ഇതൊക്കെയാണ് വേവിച്ചും വേവിക്കാതെയും കഴിക്കാൻ പറ്റുന്ന ഭക്ഷണ സാധനങ്ങൾ. അല്ലേ? അപ്പോൾ വേവിച്ച് കഴിക്കുന്നവ പഠിച്ചു, വേവിക്കാതെ കഴിക്കുന്നവ പഠിച്ചു, വേവിച്ചോ വേവിക്കാതെയോ കഴിക്കുന്നവ. അല്ലേ? വേവിച്ചിട്ടും കഴിക്കാം, അത് വേവിക്കാതെയും കഴിക്കാൻ കഴിയും. അങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങളും പഠിച്ചു. അല്ലേ? അപ്പോൾ 3 ഐറ്റം ഭക്ഷണ സാധനങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലേ? വേവിച്ച് കഴിക്കുന്നവ, വേവിക്കാതെ, അതായത് കുക്ക് ചെയ്യാം. അല്ലേ? കുക്ക് ചെയ്തിട്ട് കഴിക്കുന്നവ, കഴിക്കാതെ കഴിക്കുന്നവ. ഇനി നാം കഴിക്കുന്ന വിഭവങ്ങളിൽ ഏതാണ് കൂടുതൽ വേവിച്ചതോ വേവിക്കാത്തതോ? ഏതാണ്? വേവിക്കാതെ കഴിക്കുന്ന ഭക്ഷ്യവിഭവങ്ങൾ കൂടുതലും ഏത് വിഭാഗത്തിൽപ്പെട്ടവയാണ്? വേവിച്ച് കഴിക്കുന്നവയോ? എന്തിനാണ് ഭക്ഷണം വേവിക്കുന്നത്? രുചി വർദ്ധിപ്പിക്കാൻ, ഭക്ഷണം മൃദുലമാകാൻ, ദഹനം എളുപ്പമാകാൻ. അല്ലേ? വേവിക്കാതെ കഴിക്കുന്ന ഭക്ഷണ വിഭവങ്ങൾ അധികവും പഴങ്ങളാണ്, ഫ്രൂട്ട്സാണ്. അല്ലേ? പഴങ്ങളിൽ വേവിച്ച് കഴിക്കുന്നത് ഏതൊക്കെയാണ്? നമ്മളെ മത്സ്യം, മാംസം, ഇതൊക്കെ വേവിച്ച് കഴിക്കുന്നവയിൽ പെടുന്നതാണ്. ആരോഗ്യകരമായ ജീവിതത്തിന് ഏതെല്ലാം ഭക്ഷ്യവസ്തുക്കൾ ആവശ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ. നിങ്ങളുടെ ഭക്ഷണക്രമത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ? അല്ലേ?
എന്തെങ്കിലും മാറ്റം നിങ്ങൾക്ക് വരുത്തേണ്ടതുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്താണ്? പഴങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളും കിഴങ്ങും പയർവർഗ്ഗങ്ങളും ഉൾപ്പെടുത്തുക, ധാരാളമായിട്ട് വെള്ളവും കുടിക്കുക, അല്ലേ? ഇനി ആഹാരശീലങ്ങൾ. ഭക്ഷണം ചവച്ചരക്കുക എന്നതാണ് എൻ്റെ മുഖ്യ ജോലി, അല്ലേ? പല്ലാണ്, അല്ലേ? ഭക്ഷണം നന്നായി ചവച്ചരച്ചാണോ നമ്മൾ കഴിക്കാറുള്ളത്? ഭക്ഷണം ചവച്ചരച്ചു കഴിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്തെല്ലാമാണെന്ന് അറിയാമോ? ദഹനം എളുപ്പമാകും, വിവിധ രുചികൾ തിരിച്ചറിയാം. താഴെ പറയുന്ന ശീലങ്ങൾ ശരിയോ തെറ്റോ എന്ന് രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. കൈ വൃത്തിയായി കഴുകാതെ ഭക്ഷണം കഴിക്കുന്നു, തെറ്റല്ലേ അത്? ഇറച്ചി നന്നായി വേവിച്ച് കഴിക്കുന്നു, ശരിയാണ്. പഴങ്ങളും പച്ചക്കറികളും കഴുകി ഉപയോഗിക്കുന്നു, ശരിയാണ്. ജീവികൾ കടിച്ച പഴങ്ങൾ കഴിക്കാറില്ല, ശരിയാണ്. വെള്ളം കുടിക്കാൻ മടി കാണിക്കുന്നു, തെറ്റാണ്. രാവിലത്തെ തിരക്കിൽ പ്രഭാത ഭക്ഷണം ശരിയായി കഴിക്കാറില്ല, അല്ലേ? തെറ്റാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മൾ എന്തൊക്കെ തെറ്റ് ചെയ്യുന്നുണ്ട് ശരി ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാകും. അടുക്കളത്തോട്ടം. നിങ്ങളുടെ വീട്ടുപരിസരത്ത് ഏതെല്ലാം പഴങ്ങളും പച്ചക്കറികളുമുണ്ട്? വീട്ടുവളപ്പിൽ നട്ടുണ്ടാക്കുന്ന പഴങ്ങളും പച്ചക്കറികൾക്കുമുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ്? അപ്പോൾ നിങ്ങളുടെ വീട്ടുപരിസരത്ത് ഏതെല്ലാം പഴങ്ങളും പച്ചക്കറികളും ഉണ്ട് എന്നൊന്ന് നോക്കുക, എന്നിട്ട് അത് എഴുതുക, അല്ലേ? വീട്ടുവളപ്പിൽ കിട്ടുന്ന പഴങ്ങളുടെയും പച്ചക്കറിയുടെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ്? പുതുമ നഷ്ടപ്പെടാതെ ഉപയോഗിക്കാം, ശുദ്ധമായത് കഴിക്കാം, രാസവസ്തുക്കൾ ചേർക്കാത്തത് കഴിക്കാം, കീടനാശിനി പ്രയോഗമില്ലാത്തത് കഴിക്കാം, അല്ലേ? ഇനി ഇവിടെ പപ്പായ തന്നിട്ടുണ്ട്, അല്ലേ? പഴമായാലും പച്ചക്കറി ആയാലും ഞങ്ങളെ ഉപയോഗിക്കുന്നു, അല്ലേ? പപ്പായയാണ്. പഴുത്താൽ പല ജീവികൾക്കും ഞങ്ങൾ ഭക്ഷണമാകും. ഓരോ പ്രദേശത്തും ഓരോ പേരിലാണ് ഞങ്ങൾ അറിയപ്പെടുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഞങ്ങളെ വിളിക്കുന്ന പേരെന്താണ്? അല്ലേ? ഓമക്കായ, പപ്പായ എന്നൊക്കെ വിളിക്കും, കർമൂസ എന്നൊക്കെ വിളിക്കും. നിങ്ങളുടെ സ്കൂളിലോ വീട്ടിലോ പപ്പായ മരമുണ്ടോ? ഇല്ലെങ്കിൽ നട്ടു വളർത്തൂ. ഇതുപോലെ നമ്മുടെ പ്രദേശത്ത് കണ്ടുവരുന്ന മറ്റേതെല്ലാം ഫലങ്ങളുണ്ട്? പട്ടികപ്പെടുത്തൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലേ? ഇതുപോലെ എന്തൊക്കെയുണ്ട്? പപ്പായ ഉണ്ട്, പിന്നെ ഏതൊക്കെയുണ്ട്? കൈതച്ചക്കയുണ്ട്, ചാമ്പക്കയുണ്ട്, അല്ലേ? ഇതൊക്കെ അതിൽ പെട്ടതാണ്. ഇനി സ്കൂൾ പച്ചക്കറിത്തോട്ടം, അല്ലേ? ഇവിടെ ഒരു സ്കൂളിലെ പച്ചക്കറിത്തോട്ടത്തിൻ്റെ പിക്ചേഴ്സ്, അല്ലേ, ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. കണ്ടോ നിങ്ങൾ? കുട്ടികൾ അത് നിരീക്ഷിക്കുന്നത്, കായ്കൾ, അല്ലേ, ഓരോ രേഖപ്പെടുത്തുന്നത്, പറിക്കുന്നത് എല്ലാം അതിൽ കാണാൻ കഴിയുന്നുണ്ട്, അല്ലേ? എന്തൊക്കെ നിങ്ങൾ അതിൽ കാണുന്നുണ്ട്? കുട്ടികൾ ആ ഒരു പച്ചക്കറി തോട്ടത്തെ നന്നായിട്ട് ശുശ്രൂഷിക്കുന്നതും അതിൻ്റെ വളർച്ച രേഖപ്പെടുത്തുന്നതും ടീച്ചേഴ്സും കുട്ടികളും ചേർന്നിട്ട് പച്ചക്കറി തോട്ടത്തിനെ നോക്കുന്നതൊക്കെ നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്നുണ്ടാകും. സ്കൂളിലെ പച്ചക്കറി തോട്ടത്തിൽ എന്തെല്ലാം കൃഷി ചെയ്യുന്നത്? എന്തൊക്കെയുണ്ട്? പയർ, വെണ്ട, അല്ലേ, തക്കാളി. ആരോഗ്യമുള്ള ജീവിതത്തിന് ആവശ്യമായ വിവിധ തരം വിളകൾ നിങ്ങളുടെ തോട്ടത്തിലുണ്ടോ? പട്ടിക തയ്യാറാക്കാം. നിലവിലുള്ള തോട്ടത്തിലുള്ളവ അടയാളപ്പെടുത്തുക, ഇനി ഉൾപ്പെടുത്തേണ്ടവ അടയാളപ്പെടുത്തുക. പയറുവർഗ്ഗങ്ങൾ ഉണ്ടെങ്കിൽ അടയാളപ്പെടുത്തുക, അതായത് പയർ, അതുപോലെ നമ്മൾ പഠിച്ച ബാക്കിയുള്ളത് കിഴങ്ങുവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അടയാളപ്പെടുത്തുക കേട്ടോ. ഇലക്കറികൾ, ഇതൊക്കെ ഉണ്ടെന്ന് നിലവിൽ തോട്ടത്തിലുള്ളവ ഏതൊക്കെയാണ് അത് അടയാളപ്പെടുത്തുക. അല്ലാന്നുണ്ടെങ്കിൽ ഇനി ഉൾപ്പെടുത്തേണ്ടവ ഏതൊക്കെയാണ് അത് കണ്ടെത്തിയിട്ട് അതും അടയാളപ്പെടുത്തുക. തയ്യാറാക്കിയ പട്ടികയുടെ അടിസ്ഥാനത്തിൽ കൂട്ടുകാരുമായി ചേർന്ന് പച്ചക്കറി തോട്ടം വിപുലീകരിക്കൂ, അല്ലേ? അപ്പോൾ നിങ്ങളെ സ്കൂളിൽ ഇങ്ങനെ ഒരു പട്ടിക, ഈ ഒരു പട്ടിക എഴുതിയിട്ട് നിങ്ങളെ സ്കൂളിലെ നിങ്ങളെ പച്ചക്കറി തോട്ടം ഒന്നുകൂടെ വിപുലീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലേ? ഇല്ലാത്ത ഇനങ്ങൾ കണ്ടെത്തിയിട്ട് അതിൻ്റെ വിത്തുകൾ ശേഖരിക്കുക, എന്നിട്ട് നിങ്ങളെ പച്ചക്കറി തോട്ടത്തിൽ കൂടുതൽ വിളവുണ്ടാക്കാനും വിപുലീകരിക്കാനും ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലേ? അപ്പോൾ അതുപോലെ ചെയ്യുക. നിലവിൽ ഉള്ള തോട്ടത്തിലുള്ളത് ഒക്കെ കണ്ടെത്തുക, ഇല്ലാത്തവ കൂട്ടിച്ചേർക്കുക. നിരീക്ഷിക്കാം, കണ്ടെത്താം. പച്ചക്കറി തോട്ടം നമുക്ക് മാത്രമാണോ പ്രയോജനപ്പെടുന്നത്? അല്ല, അല്ലേ? ചിത്രം നോക്കൂ. ഞാൻ കൃഷിത്തോട്ടങ്ങളിലെ കീടങ്ങളെ തിന്നു. ഒരു കിളി പറയാണ്, അല്ലേ? മറ്റെന്തെല്ലാം ജീവികൾ തോട്ടത്തിൽ വരാറുണ്ട്? ഇവ കൃഷിത്തോട്ടത്തിൽ വരുന്നത് കീടങ്ങളെ തിന്നാൻ മാത്രമാണോ? വിളവ് തിന്നാൻ വരുന്നവയുണ്ടോ? അവയുടെ ഭക്ഷണം ചിത്രീകരണം ക്ലാസ്സിൽ പ്രദർശിപ്പിക്കൂ, അല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ പച്ചക്കറി തോട്ടത്തിലൊക്കെ കിളികൾ വന്നിട്ട് ധാന്യങ്ങൾ കഴിക്കുന്നത് കണ്ടിട്ടില്ലേ, അല്ലേ? അതിലെ വിത്തുകൾ അവർ കഴിക്കും, അതിലുള്ള കായ്കൾ അവർ കഴിക്കും, അല്ലേ? ഒക്കെ ചെയ്യും. നമ്മൾ നടാതെ തന്നെ മുളക്, പപ്പായ തുടങ്ങിയ സസ്യങ്ങൾ വളരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതെങ്ങനെയായിരിക്കും? അല്ല, അപ്പോൾ ഈ കിളികൾ എന്ത് ചെയ്യും? ഈ മുളകും തക്കാളിയൊക്കെ കൊത്തി തിന്ന് അവരിടുന്ന ഈ കാഷ്ടത്തിലൂടെയും ഈ വിത്ത് മുളച്ച് വരും, അങ്ങനെ വരും. പിന്നെ കൊത്തിക്കൊണ്ടു പോകുന്ന മുളകിൽ നിന്നൊക്കെ വിത്ത് വീണിട്ട് അതൊക്കെ മുളച്ച് വരും.
കീടനിയന്ത്രണത്തിലും വിത്ത് വിതരണത്തിലും ജീവികൾക്ക് പങ്കുണ്ട്. അല്ലെ, വിലയിരുത്താം. അനുയോജ്യമായ ഭക്ഷ്യവസ്തുക്കൾ ശരീരഭാഗങ്ങൾ ഉൾപ്പെടുത്തി ഒരു മനുഷ്യൻ്റെ രൂപം വരക്കുക. ഉപയോഗിച്ച ഭക്ഷ്യവസ്തുക്കളുടെ ഗുണങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി മിത്ര തയ്യാറാക്കിയ ബർഗർ നോക്കൂ. എന്തെല്ലാം ഭക്ഷ്യവസ്തുക്കൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്? ഈ വിഭവം ആരോഗ്യകരമാണോ? എന്തുകൊണ്ട്? അല്ലേ, വെജിറ്റബിൾസ് ഉണ്ട്, അല്ലെ, ചീസ് ഉണ്ട്, ഒക്കെ ഉണ്ട്. ചേരുന്നവ വരച്ച് യോജിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. കിഴങ്ങും മാംസ്യവും തന്നിട്ടുണ്ട്. ധാന്യം, കൊഴുപ്പ്, മുട്ട, ചേമ്പ്, ചെറുധാന്യം, ബാർലി, എണ്ണ, ചാമ. അല്ലേ, ഇത് ചേരുന്നവ. ഇനി ഇതിൻ്റെ ആൻസേഴ്സ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ മഞ്ഞ, ചുവപ്പ്, റെഡ്, അല്ലേ, മഞ്ഞ, ചുവപ്പ്, പച്ച എന്നീ ചുവപ്പ് അടയാളപ്പെടുത്തിയത് വേവിച്ച് കഴിക്കുന്നവയാണ്. അല്ലേ, പിന്നെ ഗ്രീന്, പച്ച അടയാളപ്പെടുത്തിയത് എന്താണ്? വേവിച്ച് കഴിക്കാത്തവയാണ്. പിന്നെ യെല്ലോ, മഞ്ഞ അടയാളപ്പെടുത്തിയിട്ടുള്ളത് എന്താണ്? വേവിച്ചും അല്ലാതെയും വേവിക്കാതെയും കഴിക്കുന്നവയാണ്. ഇനി തുടർ പ്രവർത്തനങ്ങളുണ്ട്. അല്ലേ, മിത്രയും അനുജനും പച്ചക്കറിത്തോട്ടത്തിൽ വിളവെടുക്കുകയാണ്. നമുക്ക് ഒരു പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കിയാലോ? ഏതെല്ലാം ഇനങ്ങൾ നിങ്ങൾ ഉൾപ്പെടുത്തും? ടിക്ക് ചെയ്യുക. 5 ഇനങ്ങളെങ്കിലും നട്ടു വളർത്തൂ. പറമ്പിലോ മണ്ണ് നിറച്ച ചാക്ക്, കുട തുടങ്ങിയവയിലോ കൃഷി ചെയ്യാം. അല്ലേ, അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളുടെ പ്രദേശത്ത് ലഭ്യമായ ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് രുചികരവും പോഷകസമൃദ്ധവുമായ വിഭവങ്ങൾ തയ്യാറാക്കി സ്കൂൾ ഭക്ഷ്യമേളയിൽ പ്രദർശിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്റർ. വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. ഓൾ ദ ബെസ്റ്റ്.